വേദഭാഗം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച് ദൈവം എനിക്ക് തന്ന സമയം വളരെ വിവേകത്തോടുകൂടി ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ മുഴുവൻ വാക്യങ്ങൾ, മുഴുവൻ അധ്യായവും നമ്മൾ ചുരുക്കത്തിൽ ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കുമെന്ന് ചിന്തിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു ദൈവപൈതലിന്റെ രാജകീയതയെ കുറിച്ച് അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ രാജകീയതയിലെ അനുകരണം, 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ രാജകീയതയിലെ അധികാരം, 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ രാജകീയതയിലെ ജ്ഞാനം, 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ രാജകീയ കുടുംബം. അപ്പം ഈ 5-ാം അധ്യായത്തെ 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. 1 മുതൽ 7 വരെ 1-ാം ഭാഗവും, 8 മുതൽ 14 വരെ 2-ാം ഭാഗവും, 15 മുതൽ 20 വരെ 3-ാം ഭാഗവും, 21 മുതൽ 33 വരെ 4-ാം ഭാഗം. ഇതിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ രാജകീയതയിലെ അനുകരണം, 2-ാം ഭാഗം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ രാജകീയതയിലെ അധികാരം, 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ 3-ാം ഭാഗം രാജകീയതയുടെ ജ്ഞാനം, 21 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ 4-ാം ഭാഗം രാജകീയ കുടുംബം. ആ നിലകളിലാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എൻ്റെ വ്യക്തിപരമായ ധ്യാനത്തിലൂടെ ദൈവം എനിക്ക് തന്ന ബോധ്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനത്തെക്കുറിച്ചോ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞൊരു ആവർത്തന വിരസത ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാം വളരെ പരിചയമുള്ളതും ഒക്കെയുള്ള ഭാഗങ്ങളാണല്ലോ. ഞാൻ ആദ്യ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ സ്നേഹത്തിൽ നടക്കുക. സ്തോത്രം. 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്നേഹത്തിൽ നടക്കുക, ദുർനടപ്പ് പാടില്ല, അശുദ്ധി പാടില്ല, അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹവും ദുർനടപ്പും അശുദ്ധിയും പാടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേര് പോലും പറയാൻ ദൈവവചനം നമുക്ക് അനുവാദം തരുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ കർത്താവിനെ അനുകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തപ്പെടണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അടുത്ത് നമ്മൾ കാണുന്നത് ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും നമുക്ക് പാടില്ല. സ്തോത്രം. ചേരുന്നതും ചേർച്ചയില്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ ഈ ഉലകത്തിലുമുണ്ട്, ആത്മലോകത്തിലും. നമ്മൾ സാധാരണ വസ്ത്രം ധരിക്കുന്നവരാണ്. നമുക്ക് ചേരുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളാരും ഈ കൈലി ഉടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോട്ട് എടുത്ത് ഇടാറില്ല. കാരണം അത് ചേരുന്ന വസ്ത്രമല്ല. അപ്പം ചേരുന്ന വസ്ത്രമുണ്ട്, ചേരുന്ന ആഹാരമുണ്ട്. സ്തോത്രം. എല്ലാ ആഹാരങ്ങളോടും എല്ലാ കറികളും ചേരുകയില്ല എന്ന് പറയുന്നത് പോലെ ഒരു ദൈവപൈതലിന് ചേരുന്നതും ചേരാത്തതുമായ കാര്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധന്മാർക്ക് ചേരുന്ന നിലകളിൽ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുകയും നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്യണമെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോ നമ്മുടെ നാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കാൻ സ്തോത്രമത്രേ വേണ്ടത്. സ്തോത്രം. 5-ാമത്തെ വാക്യം പറയുന്നു ദ്രവ്യാഗ്രഹം പാടില്ല. സ്തോത്രം. 6-ാമത്തെ വാക്യം പറയുന്നു വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. 1-ാമത്തെ കാര്യം, നിങ്ങളുടെ നാവിനെ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. 2-ാമത്തെ കാര്യം, മറ്റുള്ളവരുടെ നാവിലെ വാക്കുകൾ കൊണ്ട്
നിങ്ങൾ ചതിക്കപ്പെടരുത്. അപ്പോ നമ്മൾ കേൾക്കുന്ന വാക്കുകളും നമ്മൾ പറയുന്ന വാക്കുകളും വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഭാഗത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. സ്തോത്രം. 6-ാമത്തെ വാക്യം പറയുന്നു, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ദൈവകോപം അനുസരണം കെട്ടവരുടെ ഇടയിൽ ഉണ്ടാകും. സ്തോത്രം. മാത്രമല്ല, നമ്മൾ ചതിയിൽ വീണാൽ ചതിച്ചവർക്ക് മാത്രമല്ല, ചതിയിൽ വീണവർക്കും ശിക്ഷയുണ്ടെന്നാണ് ഈ ഭാഗത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം നമ്മളെ വീഴാതെ സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ചതിയിൽ വീഴാതിരിക്കാനാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സംഗമങ്ങൾ, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, സഭയ്ക്കകത്ത് ആത്മീയ പിതാക്കന്മാർ, സഭയ്ക്കകത്ത് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാർ, ലീഡേഴ്സിനെ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ലീഡർഷിപ്പിന്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മളൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലീഡർഷിപ്പിന് വിധേയപ്പെടണം. അങ്ങനെ വിധേയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ചതിവിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമെന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇന്ന് ആർക്കും ആരുടെ മുന്നിലും കീഴ്പ്പെടാൻ പറ്റാത്ത, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹത്തില് അങ്ങനെ ഒരു സ്വഭാവം വളരെ കൂടുതലാണ്. പക്ഷേ ചതിക്കപ്പെടാതിരിക്കാൻ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ചതിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ പിതാക്കന്മാരെ ഒക്കെ ബഹുമാനിച്ച് പോകുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മളെ ആരും വഴക്ക് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല, നമ്മളെ ആരും ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് നമ്മുടേതായ വഴികളുണ്ട്, നമുക്ക് നമ്മുടേതായ അറിവുകളും നമുക്ക് നമ്മുടേതായ രീതികളുമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ മാതാപിതാക്കൾ അവർ തരുന്ന നിർദ്ദേശങ്ങൾ, നമ്മുടെ ഗുരുക്കന്മാർ അവർ തരുന്ന നിർദ്ദേശങ്ങൾ, ഒരു വ്യത്യസ്തമായ കാര്യത്തിന് അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ ആത്മീക സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആമേൻ, അവരുടെ നേതൃത്വത്തിൽ, അവരുടെ ഉപദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് ദൈവം നമ്മുടെ മുകളിലാക്കി വെച്ചിരിക്കുന്ന ഏതൊരു അധികാരത്തിന് കീഴ്പ്പെട്ട് നമ്മൾ പോകുന്നത് നമുക്കൊരു ഭയങ്കര അനുഗ്രഹമാണ്. സ്തോത്രം. 2-ാമത്തെ ഭാഗം 8 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ രാജകീയതയിലെ അധികാരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ രാജകീയതയിലെ അധികാരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഈ രാജകീയതയിലെ അധികാരം എന്നൊക്കെ പറയുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് വെളിച്ചത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക. മാത്രമല്ല, സൽഗുണം, നീതി, സത്യം എന്നിവയാണ് വെളിച്ചത്തിന്റെ ഫലം. അടുത്ത് കാണുന്നത് ഇരുട്ടിനോട് നമുക്ക് ഒരു കൂട്ടുകെട്ടുണ്ടാകരുത്. സ്തോത്രം. ഇരുട്ടുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകരുത്. നമ്മുടെ അസോസിയേഷൻ, നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്തോത്രം. ഇന്നത്തെ എൻ്റെ ബന്ധം, സ്തോത്രം, ഇന്ന് നമ്മൾ ലോകത്തിൽ ഒത്തിരി, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ലോകത്ത് തന്നെ പല ശൈലികളിൽ നിന്നും പല കാഴ്ചപ്പാടുകളിൽ നിന്നും ശുശ്രൂഷിക്കുന്ന ധാരാളം ആൾക്കാർ, വിമർശകരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ വിമർശകരായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധപ്പെട്ടാൽ നമ്മളും അങ്ങനെ ആയിത്തീരും. പ്രാർത്ഥിക്കുന്നവരുമായി കൂടുതൽ ബന്ധപ്പെട്ടാൽ നമ്മളും അങ്ങനെ ആയിത്തീരും. അപ്പോ നമ്മുടെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ അസോസിയേഷൻ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള അസോസിയേഷൻ നമുക്കുണ്ടാകുമെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ ഭയങ്കര വളർച്ച നമുക്കുണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, റൈറ്റ് അസോസിയേഷൻ വിൽ ഗീവ് യു ആക്സിലറേഷൻ. റൈറ്റ് അസോസിയേഷൻ വിൽ ഗീവ് യു ആക്സിലറേഷൻ. സ്തോത്രം. അപ്പം ശരിയായ ഈ പ്രാർത്ഥന കൂടിവരവ് എന്ന് പറയുന്ന സഭാ സംഘടന വ്യത്യാസമില്ലാതെ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കൂടിവരവുകൾ ദൈവദാസന്മാരെ ദൈവം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാർത്ഥനയായി കേവലം മാറിപ്പോകാതെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വെളിയിലും തെരഞ്ഞെടുപ്പിലും ഒരു വലിയ ആക്സിലറേഷൻ
ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കൂടിവരവുകൾ മുഖാന്തരം ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. അപ്പം ആ നിലകളിൽ നമുക്ക് ഒരു ആക്സിലറേഷൻ, ഒരു അധികാരത്തോടുകൂടെ മുന്നേറുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. സ്തോത്രം. നമുക്കറിയാം ഒരു രാജാവിന്റെ അധികാരം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സ്തോത്രം. രാജാവിന്റെ അധികാരം എന്ന് പറയുന്നത്, ഇന്നും രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഒക്കെ പലതുമൊക്കെ രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. ഈ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ അവിടെ നടക്കും. സ്പീഡ് കൂടുതലാണ് എല്ലാത്തിനും. നമ്മുടെ ഇവിടെയൊക്കെ ഒരു റോഡ് വികസിക്കണമെങ്കിൽ അതിൻ്റെ പിന്നെ ടെൻഡർ വിളിച്ച് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിച്ച് പല സംവിധാനങ്ങളുണ്ടല്ലോ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പിന്നെ MP, MLA, പല രാഷ്ട്രീയ പാർട്ടികൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ, ഇവരുടെ എല്ലാം പ്രശ്നങ്ങളെ പരിഹരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇതിൻ്റെ എല്ലാം ഓർഡറായി അതിൻ്റെ ഫണ്ടിങ് എല്ലാം ക്രമീകരിച്ച് ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ 1, 2 അല്ലെങ്കിൽ 10, 15 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 5, 10 വർഷം അതിന് വേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? സ്ഥലം ഏറ്റെടുത്ത് എൻ്റെ കാര്യം. പക്ഷെ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല. രാജാവ് ഒരു കാര്യം തീരുമാനിക്കുന്നു, അദ്ദേഹം അതിനുവേണ്ട ആൾക്കാരെ ഏർപ്പാട് ചെയ്യുന്നു, അതങ്ങ് നടപ്പിലാകും. അതിന് ചിലപ്പോൾ ദിവസങ്ങൾ മാത്രമേ വേണ്ടി വരികയുള്ളൂ, കൂടിപ്പോയാൽ ചില ആഴ്ചകൾ മാത്രമേ അതിന് വേണ്ടി വരികയുള്ളൂ. ഒരു പാലത്തിന്റെ നിർമ്മാണം, ഒരു റോഡിന്റെ നിർമ്മാണം. അപ്പം ഒരു രാജാവിന്റെ കീഴിൽ പോകുന്ന രാജ്യവും ജനാധിപത്യ സംവിധാനത്തിൽ പോകുന്ന ഒരു രാജ്യവും. അപ്പോൾ സഭ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ കീഴിലല്ല പോകുന്നത്. സഭ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ്, നമ്മുടെ രാജാവാകയാൽ രാജാവിന്റെ കീഴിലാണ് സഭ ഓടുന്നത്. സഭയുടെ മേൽ ഒരു രാജകീയ അധികാരമുണ്ട്. അതുകൊണ്ട് വൈകി നടക്കുന്ന കാര്യങ്ങൾ, വൈകി നടക്കുന്ന ദൈവപ്രവൃത്തികൾ ഒന്നും, സ്തോത്രം, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത് വൈകേണ്ടതല്ല, അത് വേഗതയിൽ നടക്കേണ്ടതാണ്. സ്തോത്രം. ഇന്ത്യ പോലുള്ള ഒരു ഗവൺമെന്റ് 10 വർഷം കൊണ്ട് ചെയ്യുന്നത്, അവർക്കൊരു 2 3 മാസം കൊണ്ട് ഒരു രാജാവ് ഭരിക്കുന്ന ഒരു പിന്നെ രാജ്യത്തിൽ സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്, സ്തോത്രം, ഒരു ജനാധിപത്യ അഭിഷേകമല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു രാജകീയ അഭിഷേകമാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അധികാരത്തോടുകൂടെ നമ്മൾ ചിലതിനെ കൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ 2ാമത്തെ ഭാഗം അത് തന്നെയാണ് പറയുന്നത്. സ്തോത്രം. ആമേൻ. നിങ്ങൾ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ നിങ്ങൾ ശാസിക്കണം. സ്തോത്രം. അവരുമായിട്ട് കൂട്ടുകെട്ട് വേണ്ട, അതിനെ ശാസിക്കുക അത്ര വേണ്ടത്. ശാസിക്കുമ്പോൾ ഇരുട്ടിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ബോധം വരുമെന്നാണ് ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ, നമുക്ക് തന്നിരിക്കുന്ന ദേശങ്ങളിൽ ഒക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കണം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കൽപ്പിക്കാനും പിന്നെ അധികാരത്തോടെ വിളിച്ചു പറയാനും നമ്മൾ തയ്യാറാകണം. സ്തോത്രം. അങ്ങനെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ദേശത്തിൽ ഒക്കെ ഇതുവരെ വെളിപ്പെടാത്ത ദൈവപ്രവൃത്തി കർത്താവ് നമ്മുടെ ദേശത്തിലാക്കി. നമ്മുടെ ദേശത്തെ നോക്കി ഒത്തിരി പ്രവചന ദൂതുകൾ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തെ നോക്കി ഒത്തിരി പ്രവചന ദൂതുകൾ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതും ഇനിയും വൈകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? സ്തോത്രം. 3, 4 തലമുറയ്ക്ക് മുമ്പേ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ പ്രവചനങ്ങൾ, സ്തോത്രം, ഇനിയും 3, 4 തലമുറകൾ കഴിഞ്ഞ് നടക്കണമെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? അല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ തീർച്ചയായിട്ടും നമ്മുടെ ദേശത്തിനൊരു കൊയ്ത്തുണ്ടാകണം, നമ്മുടെ പട്ടണത്തിനകത്തൊരു കൊയ്ത്തുണ്ടാകണം. അതുകൊണ്ട് വൈകിപ്പിക്കുന്ന വ്യാപാരങ്ങളുടെ മേൽ ഒരു ഭയങ്കര ജയം കർത്താവ് ദിവസങ്ങളിൽ തരും. ഇത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ സാധാരണ ആമേൻ വർഷത്തിൽ 1 2 കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരു 3 4 കുടുംബങ്ങൾ ചർച്ചയിൽ വരിക, അതൊരു നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഒരു വർഷം കൊണ്ട് നടക്കുന്നത് 1 മാസം കൊണ്ട് നടന്നാൽ എന്ത് സന്തോഷം ഉണ്ടാകും? അങ്ങനെയാണെങ്കിൽ 12 വർഷം കൊണ്ട് നടക്കേണ്ട വളർച്ച ഒറ്റ വർഷം കൊണ്ടൊരു ദൈവസഭയിൽ നടക്കും. സ്തോത്രം. അപ്പോ ആമേൻ നമ്മുടെ വേഗത വർദ്ധിക്കണം.
എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത് ദിനം പ്രതി ദൈവം സഭയിൽ ജനത്തെ ചേർത്തുകൊണ്ട്, ദിനം പ്രതി ഡെയിലി ആണ്. അതൊരു വർഷത്തിൽ ഒരു 4-5 പേരുടെ സ്നാനമല്ല, വർഷത്തിൽ ചുരുക്കം ചിലരുടെ മാനസാന്തരമല്ല. അങ്ങനെ ചിലർ മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ ഭാരതം ഈ തലമുറയിൽ രക്ഷിക്കപ്പെടുക അസാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന രാജകീയ അഭിഷേകത്തെ നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിച്ച് ഒരാത്മാവിന്റെ കൊയ്ത്ത്, ആത്മാക്കളുടെ ഒരു വലിയ ഒരു വിടുതൽ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഭാരതം രക്ഷിക്കപ്പെടണം. ഒരു കുടുംബം സ്നാനപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ അപ്പൻ, അമ്മ, മക്കളൊക്കെ സ്നാനപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിശ്വസിക്കണം, നമ്മളിലൂടെ ദേശങ്ങൾ സ്നാനപ്പെടണം. സ്തോത്രം. ദേശങ്ങൾ സ്നാനപ്പെടണം. ഒരു ദേശത്ത് 25 കുടുംബം ഉണ്ടെങ്കിൽ, ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ 25 കുടുംബം ഉണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ മേൽ അധികാരമുണ്ട്. കുടുംബങ്ങൾ സ്നാനപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൻ, അമ്മ, മക്കൾ ഒക്കെ നമ്മൾ ഒരുമിച്ച് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേഗത വർദ്ധിക്കണം. ഇങ്ങനെ പോയാൽ എത്ര നാള് പിടിക്കും നമ്മുടെ ഭാരതം രക്ഷിക്കപ്പെടാൻ? പക്ഷേ വേഗത വർദ്ധിക്കണം. സ്തോത്രം. ദേശത്തിലെ എല്ലാവരും സ്നാനപ്പെടുന്ന ഒരളവ്, ദേശമായി രക്ഷിക്കപ്പെടുന്ന ഒരു നിലവാരം, പട്ടണമായി സുവിശേഷത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ നമ്മുടെ ദേശത്തിന്റെ മേൽ തുറക്കണം. അതാണ് ഒരു രാജകീയ അധികാരത്തിന്റെ മുമ്പിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. സ്തോത്രം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് രാജകീയതയിലെ ജ്ഞാനം. സ്തോത്രം. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക, അത് ടൈം മാനേജ്മെന്റിനെ കാണിക്കുന്നു. സ്തോത്രം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, സാധ്യതകൾ എല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങള്, സാധ്യതകള് എല്ലാം ദൈവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു AI ജനറേഷന്റെ കാലം. ഈ AI ടെക്നോളജിയെ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. സ്തോത്രം. അതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ ദൈവദാസന്മാരൊക്കെ കുറച്ച് ടൈം എടുത്ത് അതിനെ പഠിക്കാൻ തയ്യാറാകും. സ്തോത്രം. നമ്മൾ ഈ AI ബന്ധപ്പെട്ട് കുറച്ച് കോഴ്സുകളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. സ്തോത്രം. അതിന്റെ ഓൺലൈൻ കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ചേരാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിന്റെ AI ഇൻഫർമേഷനൊക്കെ കൈമാറുന്ന ഒത്തിരി വീഡിയോയും ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്ത് അതിന്റെ സാധ്യതകൾ നമ്മൾ സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാകണം. സ്തോത്രം. ഏതൊരു അവസരവും ഏതൊരു സാധ്യതയും കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രകാശിക്കണം. സ്തോത്രം. അങ്ങനെ ഒരു ജ്ഞാനം, സമയത്തെ ഉപയോഗിക്കാനുള്ളൊരു ജ്ഞാനം ദൈവം നമുക്ക് തരണം. സ്തോത്രം. ഒരു 24 മണിക്കൂർ ദൈവം നമുക്ക് നൽകുമ്പോൾ ഈ 24 മണിക്കൂർ വളരെ വൈസായിട്ട് യൂസ് ചെയ്യാൻ, നമ്മുടെ ആരോഗ്യം സംബന്ധിച്ച്, നമ്മുടെ ശുശ്രൂഷ സംബന്ധിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം സംബന്ധിച്ച്, ഭാരതീയ സുവിശേഷീകരണം സംബന്ധിച്ച്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന സംബന്ധിച്ച്, നമ്മുടെ ദൈവവചന ധ്യാനം സംബന്ധിച്ച്, നമ്മുടെ വിശുദ്ധ ജീവിതം സംബന്ധിച്ച്, ഈ സമയങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ സംബന്ധിച്ച് ഈ സമയങ്ങളെ വളരെ തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം നമുക്ക് കൃപ തരണം. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. സ്തോത്രം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ ഒരു പദം ഇങ്ങനെയാണ്: ഇവര് വീഞ്ഞു കുടിച്ച് ആണ് ഇവർ അങ്ങനെ ബന്ധമില്ലാത്ത വാക്കുകൾ പറയുന്നതെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു. സ്തോത്രം. അപ്പോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ലഹരിയായിട്ട് അവർക്ക് തോന്നി. പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ഒരു ലഹരി തന്നെയാണ്. പരിശുദ്ധാത്മാവും ആത്മീക ആരാധനയും ആത്മനിറവിലെ ജീവിതവും നമ്മുടെ ഒരു ലഹരി തന്നെയാണ്. സ്തോത്രം. ഒരു ആത്മാവിന്റെ ലഹരി നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും പാപത്തിന്റെ സ്വാധീനങ്ങളെ ജയിക്കുന്ന ഒരു അഭിഷേകം ദൈവം നമുക്ക് ഉണ്ടാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം,
ആമേൻ, പാട്ട്, സ്തുതി, ആത്മനിറവ്, തമ്മിൽ സംസാരിക്കുക, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം കരേറ്റണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യം. സ്തോത്രം. അപ്പോ ആരാധിക്കുന്ന വിഷയത്തിൽ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ പരിജ്ഞാനത്തോട് ആമേൻ വാക്കുകൾ പറയുന്നതിനോടുള്ള ബന്ധത്തിൽ സ്തോത്രം ഒരു ഭയങ്കര ജ്ഞാനം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. സ്തോത്രം. ഇന്ന് നമ്മള് ഒത്തിരി ഇഷ്ടംപോലെ നടക്കുന്നു. എത്ര ജ്ഞാനത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ചവൻ അതിനും മുകളിലാണ് എന്നുള്ള വലിയ ബോധ്യത്തോടെ, ആ ബോധ്യം മാത്രമല്ല, ആ ജ്ഞാനത്തെ വെളിപ്പെടുത്താനുള്ള വലിയ കൃപയോടുകൂടെ മുന്നേറണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗാഡ്. 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, സ്തോത്രം, രാജകീയ കുടുംബത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. രാജകീയ കുടുംബത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അരിസ്റ്റോട്ടേലിയൻ ഫാമിലി കോഡാണ്. അരിസ്റ്റോട്ടേലിയൻ ഫാമിലി കോഡ് എന്ന് പറയുന്നത് ഒരു കുടുംബനാഥന് 3 പദവികളാണുള്ളത്. ഒന്നാമത്തെ പദവി എന്ന് പറയുന്നത് ഭർത്താവ് എന്ന പദവി, രണ്ടാമത്തെ പദവി എന്ന് പറയുന്നത് യജമാനൻ എന്ന പദവി, മൂന്നാമത്തെ പദവി എന്ന് പറയുന്നത് അപ്പൻ എന്ന പദവി. 3 പദവികളാണ് ഒരു കുടുംബനാഥനുള്ളത്. യജമാനൻ, പിതാവ്, അതുപോലെ ഭർത്താവ്. ഇങ്ങനെ 3 പദവികളാണ് ഉള്ളത്. സ്തോത്രം. ആമേൻ. അങ്ങനെ ഒരു ഒരു ദൈവിക കുടുംബം, സ്തോത്രം, അവിടെ പറയുന്നത് വചനത്തോടുകൂടി ജലസ്നാനം, അതുപോലെ ഇരുവരും ഒരു ദേഹം. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോ നമ്മളും ദൈവം ഒന്നായിട്ട് ചലിക്കുന്ന, നമ്മളും ദൈവവും ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മളും ദൈവവും ഒരുമയോടെ അല്ലെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന അതേ നിലകളിൽ നമ്മൾ ശക്തമായിട്ട് ഈ തലമുറയിൽ നിൽക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ, ഒരു രാജകീയ കുടുംബം ആയിട്ട് സഭ എന്ന് പറയുന്നത് ആമേൻ ഒരു കുടുംബമാണ്. സ്തോത്രം. സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. സ്തോത്രം. ഒന്നായി നിന്ന്, ഐക്യതയോടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നാം മുന്നേറണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ 21 മുതൽ 33 വരെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ആ ഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതൽ അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഞാൻ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് വളരെ വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറഞ്ഞു പോയത്. സ്തോത്രം. നമ്മൾ ചിന്തിച്ചത് ആദ്യ ഭാഗം ഇതായിരുന്നു. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ രാജകീയതയിലെ അനുകരണം, 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ രാജകീയതയിലെ അധികാരം, 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ രാജകീയതയിലെ ജ്ഞാനം, 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ രാജകീയ കുടുംബം. സ്തോത്രം. പ്രൈസ് ഗോഡ്. രാജകീയ കുടുംബം എന്ന് പറയുന്നത് നമ്മളും ദൈവവും ചേർന്ന് ജീവിക്കുന്ന ഒരനുഭവം. നമ്മുടെ ഭൂമിയിലെ കുടുംബവും അങ്ങനെ തന്നെയാകണം. സഭ എന്ന് പറയുന്ന, സഭയും ദൈവവും ഒന്നായിരിക്കുന്ന ആ കുടുംബവും അങ്ങനെ തന്നെ ആകണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. കഴിഞ്ഞ തലമുറകളെ പോലെയല്ല കുടുംബം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. അങ്ങനെ കുടുംബം എന്ന് പറയുന്ന ആശയത്തോട് താല്പര്യമില്ലാത്ത, കുടുംബം എന്ന് പറയുന്ന ദൈവിക സംവിധാനത്തോട് താല്പര്യമില്ലാത്ത ഒരു തലമുറ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പല പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വിവാഹത്തോട് താല്പര്യമില്ല, വിവാഹം കഴിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നതാണ് അവർക്ക് താല്പര്യം. ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്നതിനോട് അവർക്ക് ഇഷ്ടമില്ല. സ്തോത്രം. പലരും പറയുകയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കമ്മിറ്റഡ് ആകണം, അതിനേക്കാളും സ്വതന്ത്രമായിട്ട് നമ്മൾ ജീവിക്കുന്നതാണ് നല്ലത് എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാർ. അത് ഒത്തിരി ഉത്തരവാദിത്തമാണ്, റിസ്ക് ആണ് എന്നൊക്കെ പറയുന്ന, അന്ന് അതിന്റെ അർത്ഥം കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ നശിപ്പിക്കാൻ ആശയം കൊണ്ടും യുവാക്കളുടെ ഇടയിൽ മ്ലേച്ഛത കൊണ്ടും ഒക്കെ
പല തന്ത്രങ്ങൾ പിശാച് മെനയുന്ന കാലത്ത് തീർച്ചയായിട്ടും ആമേൻ കുടുംബത്തിന്റെ മഹത്വം, കുടുംബത്തിന്റെ വില ബൈബിളിലൂടെ നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കുകയാണ്. കുടുംബം എന്ന് പറയുന്ന സംവിധാനം എങ്ങനെ പോകണമെന്ന് പരിശുദ്ധാത്മാവ് അവൻ അപ്പോസ്തലനായ പൗലോസിലൂടെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയിലെ കുടുംബവും ദൈവരാജ്യം എന്ന കുടുംബം, അല്ലെങ്കിൽ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധവും അതും എല്ലാം കൃത്യമായിരിക്കണം. ഇതൊരു രാജകീയ കുടുംബമാണ്. നമ്മൾ കുടുംബത്തിനകത്തുള്ള നമ്മുടെ ബന്ധം ശരിയായാലേ ഈ കുടുംബത്തിന് ദേശത്തെ ഭരിക്കാൻ പറ്റുക. അകത്തുള്ള ബന്ധം കൃത്യമായി, ഒരു വിടവുകളുമില്ലാതെ, ഒരു ചേർച്ചക്കുറവുമില്ലാതെ, ഐക്യതയോടുകൂടെ തുല്യമായി പോകുമ്പോഴാണ് ഈ കുടുംബത്തിന് ദേശത്തെ ഭരിക്കാൻ പറ്റുന്നത്. ഈ തലമുറയിൽ സ്തോത്രം ചില പ്രവർത്തികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ കർത്താവ് അയക്കുക തന്നെ ചെയ്യും. നമുക്ക് ദേശത്തെ വാഴാം, നമുക്ക് നമ്മുടെ രാജ്യത്തെ വാഴാം. വെല്ലുവിളികൾ വർദ്ധിക്കും തോറും നമ്മൾ ഒതുക്കപ്പെടുന്നവരല്ല, വെല്ലുവിളികൾ വർദ്ധിക്കും തോറും നമ്മൾ ശക്തരായി മാറുന്നവരാണ്. ഇന്നേവരെ കേട്ടിട്ടില്ലാത്തതുപോലെ പീഡനങ്ങളൊക്കെ ഭാരത ദൈവസഭ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് സഭ ശക്തി കുറയുന്നു എന്ന്. ഒരു സ്ഥലത്ത് പീഡനമാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ശക്തമായി സഭ വളരുകയാണ്. ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഉണർവും കൊയ്ത്തും ഒക്കെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ ദൈവം ഭയങ്കരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ദൈവം നല്ലവനാണ്. ഈ തലമുറയിൽ തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാ നമ്മളിലൂടെ ചെയ്യും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരത്തിൽ തന്നെ നമുക്ക് ജീവിക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വ്യവസ്ഥയിൽ തന്നെ ജീവിക്കാം. മാതൃകയോടെ നമുക്ക് ശുശ്രൂഷിക്കാം. മാതൃകയോടെ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാരോടുള്ള പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ്.